ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ പെരുന്നാൾ ദിവസം. സുഖം ഗൈസ്, ഇന്നാണ് ചെറിയ പെരുന്നാൾ ദിവസം. ഉമ്മ ഇവിടെ നല്ല സൂപ്പർ അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് മനസ്സിലായി പായസം സൂപ്പറായിട്ട് ഉണ്ടാക്കിക്കണ്. പറയൂ, പെരുന്നാൾ വിശേഷങ്ങൾ പറയൂ ഷർഫുല്ല. നല്ല വിശേഷം. ഉമ്മ ഇന്നെ ഓർത്തിട്ട് പള്ളി ഞാൻ എണീക്കൂലെന്ന് വിചാരിച്ചിട്ട് ഉമ്മ പള്ളി പോവാൻ പള്ളി പോയില്ല. അതുണ്ടായത്. ഓക്കെ, എനിവേ നമ്മളെ ഫ്രണ്ട്സോടെ പുറത്തുണ്ട്. ഉമ്മ ഇവിടെ മറ്റേ ഇതെന്താ പായസം ഫ്രണ്ട്സിൻ്റെ അവിടെ ഉണ്ടാക്കി കൊടുക്കണ്. അല്ല വളർന്നു കൊടുക്കണ്. 3 ഗ്ലാസ് എടുത്ത ഷിബിലു അഴിടാ. ഓക്കെ, അതിടാ, മധുരടാ. എന്തൊക്കെയാ ഇത് മുബാറക്. അഫ്താബ്, എന്താണ് പെരുന്നാളിനെ പറ്റി 2 വാക്കല്ലേ? ഇരിക്കി ഇത് മുബാറക് അയച്ചാ എന്നിട്ട് ഇരിക്കി. അവിടെ ആരുമില്ല. എന്നാ ഇരിക്കി. എന്തൊക്കെയാണ് പെരുന്നാളിന്റെ വിശേഷങ്ങൾ പറയും? സമ്പൽ സമൃദ്ധിയുടെ മറ്റേ മുന്തിരിന്റെ എന്തേനു മുന്തിരി എന്തോ ചെയ്യണോ? അതല്ലടാ ഒരു മുന്തിരി എന്നുള്ള മുന്തിരി തിരുമറിയോ? ആ അതന്നെ, ഏതോ ഒരു മുന്തിരിന്റെ വള്ളി എന്തോ ഉണ്ടായിരുന്നു. ആ പോയി മൂക്ക് കൂടെ ആ മുന്തിരി പോകണം. എന്താ പറയല്ലേ? ഹാപ്പിയാണോ? അഫ്താബിന് മറ്റേ പാൻ കാർഡിൽ ആധാർ കാർഡിൽ ഫോട്ടോ എടുക്കാതിരിക്കണുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റും. ഓക്കെ, എന്താണ് വീട്ടിലെ വിഭവം? ബീഫ് ബിരിയാണിയോ? ആകെ കട്ടാണ് ബീഫ് ബിരിയാണി. എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പോവാൻ ഉണ്ടോ? എന്നാ ഫോട്ടോ എടുക്കാം. പായസം ലോഡിങ്ങാണ്. എന്താ നിങ്ങളുടെ വീട്ടിൽ എന്താ ഉള്ളത്? ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ വേറെ ഒരു വ്യക്തികൾ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവർക്കുള്ള പായസങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പൊ എന്നെ വെച്ച് എല്ലാം റെഡിയാക്കി പോവായിരുന്നു, പള്ളി പോവായിരുന്നു. എന്തുകൊണ്ട് എന്നെ നീക്കൂലേ? എന്നിട്ട് ഞാൻ 7 മണിക്ക് വിളിച്ചു, എന്നിട്ട് നീക്കണില്ല. പിന്നെയും ഫോൺ അടിച്ചു, പിന്നെയും നീക്കണില്ല. എന്താ ചെയ്യാ? ഞാൻ ഉറങ്ങണത് എപ്പോഴാ? 6 മണിക്കാണ് ഉറങ്ങണത്. 6 മണിക്ക് ഞാൻ ഉറങ്ങണത്. എന്നിട്ട് ഞാൻ നീച്ചില്ലേ? എന്നാലും നിങ്ങൾക്കൊന്ന് ഞാൻ ഒരു എന്തെങ്കിലും ഒന്ന് പോവായിരുന്നു. തലേന്ന് രാത്രി ചോദിച്ചാൽ മതി. പൈസ എങ്ങനെയുണ്ട്? പൈസ റിവ്യൂ പറയൂ. അടിപൊളി. 10 9 സെറ്റ്. ആരാണ്? ഷാനുണ്ടോ? ഷാനു വാ, കം. ഈദ് മുബാറക്. അടിപൊളി. പായസം കുടിച്ചോളൂ. ഇതെടുക്ക്. ഒരാൾ പടം പൊന്തും. അതെ, പിടിച്ചാ ഞാൻ അങ്ങനത്തെ ഇത്രയില്ല. അപ്പൊ ഞാൻ തുള്ളി കുടിച്ച് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നും അടപ്പായസ വെക്കല്. സോ ഗൈസ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഫോട്ടോ എടുക്കാൻ പോകുന്നു. അസീം കുറച്ച് ഹറിബറിയിലാണ്. ഈ ഫോട്ടോ എടുക്കൽ ഒരു മാൻഡേറ്ററി തിങ് ആണ്. എന്ത് തിങ് ആണ്? നിർബന്ധിതമായ സാധനം. മാഷല്ലേ ഇംഗ്ലീഷ് പറയാ. അത് പെട്ടെന്ന് എന്തിട്ടാണ് കൂട്ടക്ഷരൊന്നുമില്ല, തെറ്റൂലല്ലോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, സോ എന്തൊരു വെയിലാണോ! വലിയ ഭംഗി ഇല്ല കേട്ടോ നാട്ടിന്. അമ്മരി വെയിലുണ്ട്. ഇന്ന് കടകളെല്ലാം അടവാണ്. കാരണം എന്തുകൊണ്ട്? നിങ്ങൾ വീഡിയോ കാണുന്നതും എന്തുകൊണ്ട്? ഇന്ന് പെരുന്നാൾ ദിനമായതുകൊണ്ടാണ്. ഓക്കെ, പെരുന്നാൾ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, എല്ലാവരോടും നല്ല രീതിക്ക് പെരുമാറുക. നടക്കുന്നില്ല ഇപ്പത്. കാൽമ ചക്രം ചില പാറാന്. കാൽമ ചക്രം ഉണ്ടെങ്കിൽ പാറാൻ പറ്റുക. ഇതൊക്കെ ഞാൻ കണ്ടന്റിന് വേണ്ടി വെറുതെ പറയണതല്ലേ. നിങ്ങളത് കേട്ടിട്ട് ചിരിക്കണം, മനസ്സിലായോ?
അടിപൊളിയില്ലേ? എനിവേ ഇന്നത്തെ നോമ്പിന് നമുക്ക് നോമ്പോ ഇന്നത്തെ പെരുന്നാളിന് നമുക്ക് തരാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പെരുന്നാളിന് സന്ദേശം കൊടുക്ക്. എന്നാലും അങ്കരിതില്ലേ ഒരു സന്ദേശം കൊടുക്കാം. വെള്ളിയാഴ്ച പള്ളിയേക്ക് പോകട്ടോ. ആ അത് നല്ലൊരു സന്ദേശമാണ്. ഓക്കെ നമുക്ക് മാഷെ ഒരു സന്ദേശം കൊടുക്കും. ലോകമെമ്പാടുമുള്ള യുദ്ധഭീഷണിയിൽ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കും പലസ്തീനും ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പെരുന്നാൾ. ഇതിപ്പോ ഹിസ്റ്ററി ക്ലാസ്സിന് കയറിയ മാതിരി ലോകമെമ്പാടുമുള്ള ഐക്യരാഷ്ട്രീയം. ഓക്കെ നമുക്ക് അതിലേക്ക് വല്ലാതെ പോകണ്ട, കാരണം നമുക്ക് ഹിസ്റ്ററി വലിയ അറിവില്ല. അതെ 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 അത് മനസ്സിലായവർക്ക് മനസ്സിലാക്കി എടുക്കാം. ഓ ആരെയിലേക്കോട്ടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഫോണേക്ക് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓ ഷിബിൽ മുതലേക്കുമല്ലേ? ഷിബിലെ കുപ്പായത്തിൽ നമുക്ക് ചെസ് കളിക്കാം. ഓക്കെ ഗൈസ് ഏതായാലും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ് വിദൂരതയിൽ ഷിബിൽ. ഹായ് ഷിബിൽ ഷാ. ഹായ് 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 ഹായ്. എങ്ങനെയുണ്ട് പെരുന്നാൾ ദിവസം? നല്ലൊരു പെരുന്നാൾ. എന്താണ് ചെറിയ പെരുന്നാൾ സന്ദേശം കൊടുക്കാറുള്ളത്? എന്തേലും അനക്ക് എന്ത് സന്ദേശം കൊടുക്കാറുള്ളത്? പെട്ടെന്ന് പറയണം. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യാം. ഓക്കെ 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 ഗൈസ് നമുക്ക് ചെക്കന്മാരുടെ പെരുന്നാളിന് സന്ദേശം കൊടുക്കുക കുട്ടികൾക്ക്. ഇതൊക്കെ നടക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു സന്ദേശം കൊടുക്കുക. കൊടുക്കൊരു സന്ദേശം കൊടുക്കുക. എന്തെങ്കിലും ആകെ പാട് ആദ്യമേ സന്ദേശം കൊടുത്തരാ. എന്ത് സന്തോഷമുണ്ട്? സന്തോഷമല്ല സന്ദേശം. സന്ദേശം ആ എന്തെങ്കിലും സന്ദേശം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. ഓ അടിപൊളി, അത്രേ ഉള്ളൂ. ഒരു സന്ദേശം കൊടുക്കുക പെരുന്നാൾക്ക്. എന്തെങ്കിലും പറഞ്ഞാൽ മതി. എന്തെങ്കിലും പറഞ്ഞൊരു സന്തോഷം വേണ്ടേ? ജസീം രണ്ട് വാക്ക്. അല്ല ഒന്നുമില്ല, എന്തേലും പറഞ്ഞ അല്ലെങ്കിൽ ക്യാമറ പണി തിരിയില്ല. എന്തേലും പറ. ഈ നാട്ടിലത്തെ പ്രമുഖനാണ്, പ്രമാണിയാണ്. പറയൊരു സന്ദേശം. ഐഫോൺ ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാം. നമ്മള് ഫോട്ടോ എടുക്കല്ലേ? സ്ക്രിപ്റ്റോ? സ്ക്രിപ്റ്റ് ഇല്ല, സ്ക്രിപ്റ്റഡ് ഇല്ല. അങ്ക് ഏത് പള്ളിയെ കിട്ടിയെന്ന് പറഞ്ഞത്? ചോറുള്ള പള്ളിയോ? ഏത് പള്ളി? അനക്ക് ഏത് പള്ളിയെ കിട്ടി? ഇവ നമ്മളെ നാട്ടിലാണ്. നമ്മളെ നാട്ടിൽ തന്നെ. അത് പറഞ്ഞാൽ മതി. അണക്കേടാണ് പറയാന്. കാരണം നിസ്കാരം തുടങ്ങിക്കണ്. നിസ്കാരം തുടങ്ങി അല്ലാഹു അക്ബർന്ന് കെട്ടുമ്പോ വിളിച്ചാണ് ചോദിക്കുക നമ്മളെ പള്ളിക്ക് നിസ്കാരം ഉണ്ടോ? എന്താ ചോദിച്ചേ? എന്താ ഉണ്ടായത്? എന്റെ അനുഭവം പറയാം. അല്ല അനക്കല്ലേ വിളിച്ചേ? മാറിക്കേ എനിക്ക് വിളിച്ചേച്ചി പറയാം. നമ്മളെ ദ്വാരന്നില്ലേ എന്തേലും ആവട്ടെ. ദുആ ചെയ്യാൻ നേരത്തെ സിനാ വിളിച്ചു. എന്തായി ആയിക്കോട്ടെ വലിയ മമ്മൂട്ടി ആവട്ടെ. എന്താ നിസ്കാരം കഴിഞ്ഞോന്നോ? എന്തായി നിസ്കാരം കഴിഞ്ഞു ചോദിച്ചു. ആറിനോ വിജയോട് ചോദിച്ചു. ഞാൻ വന്നിട്ട് ജാറ് പള്ളിക്ക്. എന്താ ജുമ എന്തൊക്കെ പറയാനുള്ളത്? എന്നിട്ട് എവിടെ പോയി നിസ്കരിക്കാൻ പോയി? നിസ്കാരം കിട്ടിയോ? ഫർളുള്ള സുന്നത്ത് കാഫിറായിക്കണം. മാറിക്ക് എന്താ പറയാ. പെരുന്നാൾക്ക് ഒരു സന്ദേശം കൊടുക്കണം. സന്ദേശം എല്ലാരും കൊടുത്തു. സന്ദേശം കൊടുക്കും. എന്തിനു പറഞ്ഞാൽ മതി. അങ്ങനൊന്നും ചോദിച്ചല്ലോ. അതെ എവിടാ സന്ദേശം കൊടുത്താ എന്തെങ്കിലും ഡിറ്റേഷൻ വെക്കൂല എന്നൊക്കെ പറഞ്ഞു. എന്നാ നമ്മ ഒരു ഫോട്ടോ എടുക്കുക. വാ മണ്ടന്മാരെ കൊണ്ട് ഫോട്ടോ എടുക്കാം. അസ്സലാമു വലൈക്കും അസ്സലാം. ഓക്കെ 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 കുഞ്ഞിപ്പാ നമ്മളെ യൂട്യൂബ് ബ്ലോഗാണ്. സന്ദേശം കൊടുക്കുക എല്ലാവർക്കും. എന്താണ് ചെറിയ പെരുന്നാൾക്ക് സന്ദേശം കൊടുക്കാറുള്ളത്? എല്ലാവരും ശാന്തിയും സമാധാനത്തിൽ നിൽക്കുക. ഏത് ശാന്തി? ശാന്തി ഏതായാലും ഡ്രസ്സ് അടിപൊളിയാക്കാണ്. ചെക്കന്മാരിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു അടിപൊളിയാക്കണം കാര്യത്തില്. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞിപ്പ. ഇനി നമ്മൾ ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി കുഞ്ഞിപ്പാനെ കാത്തിക്കാൻ എത്ര നേരം, എന്നെ കാത്തിക്കാൻ എത്ര നേരം. അപ്പം നമ്മൾ ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഇനി ശരിക്കും ഫോട്ടോ എടുക്കട്ടോ. പെരുന്നാൾ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എല്ലാത്തിനും കാട്ടി വൈബ് ഉണ്ടല്ലേ പെരുന്നാള്? സത്യം അല്ലേ? എല്ലാത്തിനും കാട്ടി വൈബ്. എന്താ ഷിബിൽ പറയാള്? നല്ലൊരു വൈബ് ഉണ്ട്. ഇതന്നല്ലേ നമ്മളും പറഞ്ഞേ. അപ്പോൾ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ. ഓക്കെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ മനസ്സിൽ കയറാറുണ്ടോ? എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വരുന്നേ? കുറച്ച് ഉറക്കനെ പറയാം. പണ്ട് പുതിയ കുപ്പായം ഡ്രസ് എടുത്താണ്ട് രാവിലെ ആവുമ്പോൾ അത് തൽക്കാൻ പുറത്ത് വെച്ചാണ്ട് അതൊരു വേറെ തന്നെ ഫീൽ. ടാഗ് പോലും പൊട്ടിക്കാതെ എന്നിട്ട് പിന്നെ വേറെ ഒന്നുണ്ട്. ടാഗ് പൊട്ടിച്ച് കഴിഞ്ഞാലും നമ്മൾ പള്ളിയിൽ എത്തുമ്പോഴേക്കാരം മറ്റേ സ്റ്റിക്കർ കാണും. ചാമ്പിലേ
ഞാൻ ഇവിടെ കാര്യം പറയുമ്പോ ടാഗ് പോലും പൊട്ടിക്കാതെ നമ്മൾ ടാഗ് പൊട്ടിക്കും. എന്നിട്ട് പള്ളി പയിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാ മറ്റേ സ്റ്റിക്കർ കാണാം. ഇവിടത്തെ ലൈക്ക് പതിനോട് അത് കാണൂല. അവർക്ക് കേക്കന്മാർ പറിച്ചു. അങ്ങനെ ഷിപ്പിൽ അനുഭവങ്ങളുണ്ടോ? പുതിയ ബെൽറ്റ് വരെ വാങ്ങി നമ്മള്. ഓ ഇപ്പൊ അതൊന്നും ഇല്ല. ഒരു കുപ്പായമായി. എന്തായാലും ഇതൊക്കെയാണ് ഇത്. അഫ്താബിൽ എന്തെങ്കിലും പെരുന്നാൾ ഓർമ്മകളുണ്ടോ? അഫ്താബ് പങ്കുവെക്കാനുണ്ടോ? സ്കെച്ചിന് ഓർമ്മയുള്ളൂ. ഷിബിൽ എന്തെങ്കിലും പെരുന്നാൾ ഓർമ്മകളുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഇല്ലല്ലേ. ഞങ്ങൾ ഇനി പേഴ്സണൽ ഫോട്ടോസ് എടുത്തുകൊണ്ട് അതിനുള്ള വൈബിനാണ് പോണത്. കുറച്ചൊക്കെമാർ അങ്ങനെ പോകണം. സാറെ പിടിച്ചോളി, ട്രിപ്പിളാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് പെരുന്നാൾ കാര്യങ്ങൾ കേട്ടോ. ലാലേട്ടൻ വരെ കുട്ടികളെ അടിച്ച് പൊളിക്കുന്ന അവിടെ നിന്ന് പറയണത്. 21 വയസ്സിൽ മലപ്പുറം സെറ്റ്. അപ്പോൾ ഓക്കെ, ഞങ്ങളെ പേഴ്സണൽ ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഓക്കെ, ഹാപ്പി ഈദ് മുബാർക്ക്. ഹായ് ഗൈസ്, ഐ എം റിയലി സോറി. നമ്മൾ ഫോട്ടോസ് എടുത്ത് മണിയ ഫോട്ടോസ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ആ ഫോട്ടോസ് എടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആകെ ചറപ്പറായതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് ബാക്ക് ടു നമ്മളെ വീട്ടിലേക്ക്. ഓക്കെ, വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് നോക്കാം. ബിരിയാണി ആയോ? ബിരിയാണി ആയി. ഇവിടെ ബിരിയാണി ഒന്ന് അവതരിപ്പിക്കൂ. മൈക്കോടെ. യെസ്, ബിരിയാണി ആയോ? ബിരിയാണി ആയി. എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് മൈക്ക് പഠിച്ചോളൂ. ബിരിയാണി ഉണ്ട്. ഓക്കെ, പിന്നെന്താ പറയുക, ചിക്കൻ പൊരി, ഓക്കെ, തൈര്, ബിരിയാണി, പപ്പടം, ബിരിയാണി, ചിക്കൻ പൊരി, തൈര്, അച്ചാർ അവിടെ ഉണ്ട്, ചമ്മന്തി, പപ്പടം, പായസം, ബിരിയാണി എന്താ വിളമ്പുന്നു. സബാഷ്. വെറുംചോറ് നിങ്ങൾ വേണമെങ്കിൽ പോയി തിന്നോളൂ, നമുക്ക് ബിരിയാണി മതി. എൻ്റെ ഫസിക്ക് എത്ര ബിരിയാണി കഴിച്ചാലും മടുക്കാത്തൊരു വിഭവമാണ് ബിരിയാണി. മതിയോ? യെസ്, മതി ഗൈസ്. ചിലവര് അല്ല ഇങ്ങനെ തന്നെ പിടിക്കും, അങ്ങനെ സുഖം. ചിലവര് ഈ പറഞ്ഞ മാതിരി ഇങ്ങോട്ട് വരും. ഈ ഫ്രെയിം അല്ല കേട്ടോ. ചിലവര് ഈ പറഞ്ഞ മാതിരി എന്ത് ചെയ്യുന്നുണ്ട്, ബിരിയാണി പുറത്തുനിന്ന് കൊണ്ടുണ്ട്. പക്ഷെ അതിലൊരു നാക്കില്ല. പെരുന്നാളാകുമ്പോ നമ്മളെ വീട്ടിലേക്ക് അതല്ലേ രസം. ഇതെന്താ വെച്ചാൽ രാവിലെ കുളിക്കുക, ഡ്രസ്സ് മാറ്റിയിരിക്കുക, ചോറ് അങ്ങനെ റെഡി ആയിരിക്കുക. കല്യാണത്തിന് അതിൽ സുഖമില്ല. നമ്മൾ ആ ഒരു വെക്കല് എടുക്കല് അതൊക്കെ അതിലൊരു നാക്കുള്ളൂ. ചിലപ്പോ നന്നാവില്ല. അടി പിടിയാറിന് വെക്കുക, അപ്പോൾ എല്ലാരും ഫോട്ടോ വരിക. അപ്പോഴാണ് പെരുന്നാളിന്റെ ഒരു ഗും കിട്ടുള്ളൂ. അതെ, ഗുമ്മ്. ഓക്കെ, ഇന്നത്തെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയുണ്ട് എന്ന് പങ്കുവെക്കൂ. വലിയ കുഴപ്പമില്ല. കുറച്ചൊന്ന് മെല്ലൊക്കെ പറയോ. വലിയ കുഴപ്പമില്ല. എത്ര ലിറ്ററുള്ളൂ? വലിയ കുഴപ്പമില്ല. എന്താ വെച്ചാല് എന്നുള്ള പോലെ ഞാനും എന്റെ ചെറിയ കുട്ടീന്റെ ഹസ്ബൻഡും മോളോട് വരാൻ പറഞ്ഞപ്പോൾ ടൂറിലാണ്, സ്കൂളിൽ കൂട്ടിയിട്ട് വരാം. അതാണ് ഉണ്ടായത്. ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു കുഞ്ഞു പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, അപ്പൊ ചെറിയ വൈബ്. ഇനി വലിയ പെരുന്നാൾ ഞങ്ങളെ വലിയ വൈബാക്കും. യെസ്, അപ്പൊ ഓക്കെ, ഇതാണ് പെരുന്നാൾ വിശേഷങ്ങൾ. ഉപ്പാടെ ഭയങ്കര ഹെവി കോളിലാണ്. പിന്നെ എന്താ പറയാ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങള് ദീദി വന്നിട്ട് ചെറിയ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വ്ളോഗ് വേറെ വരും. അപ്പൊ ഓക്കെ, സോ പെരുന്നാൾ കുഞ്ഞു വ്ളോഗ്, ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അതിന്റെ ഫുഡ് കഴിക്കണതിന്റെ അഭിപ്രായങ്ങൾ എടുക്കല്ലേ, അതുകൊണ്ട് കഴിഞ്ഞിട്ട് വ്ളോഗ്. സോ ഗൈസ്, വേദിയിലേക്ക് ഇതാ പെരുന്നാളിന് ഇപ്പൊ വരുന്നു. ഇപ്പൊ കുറെ ഇന്ന് ഫോൺ കോളുകളോട് ബിസി ആയിരുന്നു. പറയൂ, ചെറിയ പെരുന്നാൾ നോമ്പ് കഴിഞ്ഞ ആ ക്ഷീണൊക്കെ മാറുമ്പോഴേ പെരുന്നാൾ ആഘോഷിക്കണം. യെസ്, ഇത് ഇപ്പൊ എന്റെ പുതിയ ഡ്രസ്സല്ല, ഇതിപ്പോ വീട്ടിലെ ഡ്രസ്സാണ്. പുതിയ ഡ്രസ്സ് പള്ളിയിൽ പോയപ്പോ ഇടും. യെസ്, ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ജുമയുണ്ട്. അപ്പൊ 2 പെരുന്നാളായി. അതെ, കുറെ മണ്ടന്മാര് പറയുന്നുണ്ട് ജുമ പോണ്ട, ജുമക്ക് ഇല്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഒരു എന്താ പറയാനുള്ളത്, പണ്ഡിതൻ പറഞ്ഞതേ, പണ്ടത്തെ കാലത്ത് പള്ളികൾ കുറവായിരുന്നു. അന്ന് കുറെ ദൂരം താണ്ടിയിട്ട് ഈ പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് വന്നിരുന്ന ആളുകള് വീട്ടിൽ പോയി തിരിച്ച് വീണ്ടും ജുമാക്ക് വരണ്ടേ, ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിക്കൊണ്ട് അപ്പൊ നബിതങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പെരുന്നാസ്കാരത്തിന് വന്നു. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് പിന്നെ ജുമാക്ക് വരേണ്ട ആവശ്യമില്ല. ഇന്ന് അത് ആ ചുറ്റുപാടല്ല. ഇന്ന് കണ്ണിക്ക് പള്ളിയാണ്.
അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ വേറെ നിസ്കരിച്ചാൽ മതി. വന്നാൽ നിങ്ങൾക്ക് കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. പള്ളിയിൽ ജുമാ ഉണ്ടാക്കണം. അപ്പോ അത്രയും ദൂരം താണ്ടി വീണ്ടും പള്ളിയിലേക്ക് വരണ്ടേ, അല്ലെങ്കിൽ വേറെ പള്ളി ജുമാന്റെ വരെ ആ പള്ളിയിൽ ഈ മനുഷ്യൻ ഇരിക്കണ്ടേ, അതുകൊണ്ടാണ്. അല്ലാതെ അതിന് ഫോളോ ചെയ്യണ്ട. അപ്പൊ അടുത്തടുത്ത് പള്ളിയാണ്, അപ്പൊ ജുമാക്ക് പോണം എന്നുള്ള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ പെരുന്നാളാണ്, പെരുന്നാൾ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരം. ജുമയുള്ള പറഞ്ഞല്ലേ, അങ്ങനെ ആലോചിച്ച് നോക്കി. ആ ജുമാക്കാണ് പോകേണ്ടത്. ചെറിയ പെരുന്നാൾ പറഞ്ഞാലേ ശരിക്കും നോമ്പ് 30 നോമ്പ് നോറ്റ ആളുകൾക്ക് പെരുന്നാളുള്ളൂ. എല്ലാവർക്കും പെരുന്നാളാ. ശരിയാണ്. ഒരൊന്നും ചോറ് വെച്ചൊന്നും ചാടിക്കണോ പക്ഷെ അത് അവർക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്ന് നമുക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് പഠിച്ചവനെ അറിയാൻ പറ്റും. അതെ അതെ അതെ. അപ്പൊ എന്താണ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയുണ്ട്? പെരുന്നാൾ ഉഷാറാണ്. പുതിയ മകന് പുതിയ മകനോ മകന് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി. പുതിയ ഡ്രസ് എന്ന് പറഞ്ഞാണ്. പുതിയ ഡ്രസ്, തുണിയും കുപ്പായും മരുന്ന് കൊടുന്നു. അതൊക്കെ നിസ്കാരത്തിന് ഉപയോഗിച്ച് അഴിച്ചിട്ടുണ്ടാവും. അപ്പൊ പെരുന്നാൾ അങ്ങനെ ഉഷാറായി. ഡ്രസ്സുകളൊക്കെ പുതിയത് വേണമെന്ന് പറഞ്ഞാൽ വൃത്തിയായ ഡ്രസ്സ് വേണമെന്നാണ്. അതാണ് നമ്മള് പുതിയത്. അതേമാതിരി ഞാന് മലപ്പുറം ഗ്രൗണ്ടിലേക്ക് പോയി, കോട്ടപ്പടി ഗ്രൗണ്ട് ഈദ്ഗാഹ്. അവിടെ കണ്ടമാനം ജനങ്ങൾ ആണും കൊണ്ടും നല്ല ഫുള്ളായിരുന്നു. നല്ല ഒരു പ്രസംഗവും അങ്ങനെ കഴിഞ്ഞു. അപ്പൊ അവിടെ നല്ലൊരു പ്രസംഗം ഉണ്ടായിരുന്നു ഈ ഈദ്ഗാഹില് കോട്ടപ്പടി. അവിടെ ചെന്നാന്ന് വെച്ചാല് നമ്മളെ കുടുംബക്കാരെ കാണാം. മൊത്തം ഫാമിലി, ഉമ്മാന്റെ സ്റ്റേഡിയത്തില് അമ്മമാരുടെ മക്കള്, എല്ലാരും ഒരുമിച്ച് കാണാം. എല്ലാരും വീട്ടിലും പോകേണ്ട ആവശ്യമില്ല. അത്രയും പിന്നെ ആളുകളെ കൂടി എല്ലാരും കണ്ട് ഇപ്പൊ തിരിച്ചു വന്ന്. ഇന്നിപ്പോ ഈ സമയം വേറെ പ്രത്യേകത ഉണ്ട്. നോമ്പ് സമയത്ത് വിശക്കൂല. ഇന്നിപ്പോ നോമ്പ് ഇല്ലല്ലോ, പെരുന്നാളാണല്ലോ. അപ്പൊ തന്നെ ചായ ഇന്നലെ നോമ്പാണെന്നുള്ള ഇത് തോന്നുന്നില്ല. രാവിലെ എണീറ്റപ്പോഴേ മറ്റേത് നമ്മളൊരു 10 മണിക്കൊക്കെ എണീക്കുമ്പോ നോമ്പാണല്ലോ എന്നുള്ളത്. ഇത് രാവിലെ എണീറ്റേക്ക് തന്നെ നോമ്പാകുമ്പോ നമുക്ക് ചായ കിട്ടിയില്ലോ, ചോറ് കിട്ടിയില്ല, വിശക്കും. അങ്ങനെ നോമ്പാണ് നല്ലത്. നമുക്ക് എന്താ വെച്ചാൽ 11 വരെ പക്ഷേ 6 മണിക്ക് തുടങ്ങിയാ മതി. രാവിലെ ചോറ് ചായ നോമ്പ് കഴിഞ്ഞപ്പോഴേ ആ സമയമാകുമ്പോ ചായ ഇല്ലേ ചോറില്ലേ ചോദിക്കാണ്. അപ്പൊ ആ വിശപ്പ് അറിയുന്നേ ഇല്ല. നോമ്പിന്റെ പ്രത്യേകത. അപ്പൊ ബിരിയാണി എങ്ങനെയുണ്ട് എന്ന് പറയൂ. കഴിച്ചിട്ട് ഒരു ഉരുള കഴിച്ചിട്ട് പറയൂ. ആടുന്നുണ്ട്. അധികം ആൾക്കാരും ചിലരൊക്കെ ഉണ്ടാക്കാൻ മടിയായിട്ടേ ഓർഡർ ചെയ്യുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അമ്മയാണ് ബിരിയാണി ഉണ്ടാക്കിയ ആള് വിശക്കുണ്ട്, നിങ്ങൾ വെറുതെ ഇരുന്ന് തിന്നാണ്. പിന്നെ സൂപ്പർ. നമ്മള് അധികം ആൾക്കാരെ ഉണ്ടാക്കാൻ മടി, ഒഴുക്ക് വില കൂടി, അവിടെ ഉള്ളി കെട്ടണം, ഒരുപാട് ചെലവുണ്ട്, മടി തന്നെ. എന്നിട്ട് ഓർഡർ ചെയ്യാണ്. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഇഷ്ടം. നമ്മളെ വീട്ടിലൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ പല സ്ഥലത്തേക്കും നോമ്പ് തുറക്കാൻ പോയി. എന്നിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ അത് നോമ്പ് തുറല്ലേ, നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഭക്ഷണം ഉണ്ടാക്കാൻ. അതിപ്പോ ഒരു ശരിയായില്ല. അതെന്തായാലും ബിരിയാണി ആ ഇരുന്നിട്ടൊരു സുഖമായില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് രണ്ടാമത് പിന്നെയും തട്ടി അവിടെ പോയി കാണാൻ ഇരുന്നിട്ട് കണ്ടന്നെ എണീറ്റ് പോകും. എവിടെയും പോയി നോമ്പ് തുറന്നാലും ഞമ്മക്ക് നമ്മളെ കൊണ്ടാട്ടിട്ടൊക്കെ തക്കം തന്നെ വേണം. ഇപ്പൊ ഈ ചോറ് പറഞ്ഞാലേ ഈ ഓർഡർ ചെയ്തതിന് അർത്ഥമില്ല. പെരുന്നാളാകുമ്പോ അവനന്റെ പേയില് പരിപ്പ് കറി സാധാ ചോറായാലും വേണ്ടില്ല. സൗകര്യം ഉണ്ടാക്കി തേങ്ങാച്ചോറ് അത് അവിടെ ഓർഡർ ചെയ്ത് പറമ്പ് പെരുന്നാളില് ഇതാക്കണോ, അവനാന്റെ വീട്ടിൽ ഉണ്ടാക്കണതാണോ അതോ ഓർഡർ ചെയ്യണതാണോ? എപ്പോഴും നമ്മൾ ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്തല്ല കഴിക്കണത്. അപ്പൊ പെരുന്നാളാകുമ്പോഴേ നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം. അത് വേറൊരു വർക്കത്തും. ചിക്കനൊക്കെ വില കൂടി. ചിക്കനൊക്കെ കുതിച്ച് കയറാണ്. 240. ദുബായിലേ ബീഫിന് 28 48 അത് യുദ്ധം കൊണ്ടേ എന്താ പറയാ, സാധനം പോണില്ല. ഒമാനില് വന്നിട്ട് ഒമാനില് ബസ് വഴി വരികയാണ്. നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ഇതിപ്പോ ഒരു സാമ്പിൾ ആണ്. ഇത് അതെന്താ വെച്ചാലേ പ്രമേരോഗിയായ നമ്മള് പറഞ്ഞിട്ടുണ്ട് ഒന്നായിട്ട് അടിച്ച് കേൾക്കണ്ട, കുറച്ച് ഇങ്ങനെ പിടിച്ച. അതല്ല, ഇത് പെരുന്നാൾ നിസ്കാരത്തിന്റെ ചോറ്, കുറച്ച് കഴിഞ്ഞിട്ട് ജുമാ നിസ്കാരത്തിന്റെ ചോറ്. ഒന്നായിട്ട് അടിച്ച ചോറ് ഒന്നായിട്ട് കയറും. ഒരു ഉരുളയിക്കാം. ശൈലി ഒന്നുകൂടി വലുതായോ? വേറെ ഒക്കെ ഉണ്ട്. പപ്പടം നടക്കും. സൂപ്പർ.
അത് കേൾക്കട്ടെ. ഇതൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ. ഇനി നമ്മൾ വരും ബ്ലോഗിൽ കാണാം. ഇത് കഴിഞ്ഞ് ഇപ്പോൾ സമയത്ത് 12 മണി കുറച്ച് കഴിഞ്ഞിട്ട് ജുമാക്ക് പോകണം. പെരുന്നാൾ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ മാക്സിയാണ്. അതെ, പെരുന്നാൾ ഡ്രസ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സിന് ഇട്ട് കളിച്ച് ഞാൻ പെരുന്നാൾ ഡ്രസ്സിലാണ്. എനിവേ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ബൈ.